സംസ്ഥാനത്തെ ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിലച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിലായ സർക്കാർ 8 കോടിയിലധികം രൂപ കുടിശ്ശിക വരുത്തിയതോടെ കെൽട്രോൺ പ്രവർത്തനം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 3 മാസമായി ഹെവി വെഹിക്കിൾ സ്പീഡ് ഗവർണർ പരിശോധനയ്ക്ക് പഴഞ്ചൻ രീതിയാണ് മോട്ടോർ വാഹന വകുപ്പ് പിന്തുടരുന്നത്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് അത്യാധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പരിശോധിക്കാനുള്ള സംവിധാനമാണിത്. സംസ്ഥാനത്ത് 6 ഇടങ്ങളായി 9 സ്റ്റേഷനുകളാണ് നിലവിലുള്ളത്. സ്ഥാപിച്ചതും പ്രവർത്തിപ്പിക്കുന്നതും കെൽട്രോൺ. വേഗത, സസ്പെൻഷൻ, അലൈൻമെന്റ്, ബ്രേക്കിംഗ്, ലൈറ്റ് തുടങ്ങി 7 നിലകളിലായാണ് പരിശോധന. മനുഷ്യ ഇടപെടലില്ലാത്തതിനാൽ ക്രമക്കേടുകൾക്കുള്ള സാധ്യതയും കുറവ്. 6 മുതൽ 12 ജീവനക്കാരെയാണ് കെൽട്രോൺ ഓരോ സെന്ററിലും നിയോഗിച്ചത്. പരിശോധനകൾക്ക് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ കുറച്ചു മതിയെന്നതും കൂടുതൽ വാഹനങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കാമെന്നതും ഇതിന്റെ നേട്ടങ്ങളാണ്. കോഴിക്കോട് 2011 മുതൽ ഈ സംവിധാനം നിലവിലുണ്ട്. 2018 വരെ പ്രവർത്തന ചെലവ് സർക്കാർ നൽകിയിരുന്നെങ്കിൽ പിന്നീട് പലതവണ മുടങ്ങി. 2020 മുതൽ ഇപ്പോൾ 8 കോടിയിലധികം കുടിശ്ശികയാണ്. കഴിഞ്ഞ മാർച്ചിൽ സർക്കാരിന് കത്ത് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ കെൽട്രോൺ പണി നിർത്തി. ഇപ്പോൾ ഹെവി വാഹനങ്ങളുടെ സ്പീഡ് ഗവർണർ അടക്കം പരിശോധിക്കുന്നത് അപാകത നിറഞ്ഞ പഴയ രീതിയിൽ. ഷാസി നമ്പറും എഞ്ചിൻ നമ്പറും ഉറപ്പുവരുത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഫിറ്റ്നസ് പരിശോധന. 2023 ഏപ്രിൽ മുതൽ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ഘട്ടഘട്ടമായി ATS-ലേക്ക് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ഈ വർഷം ഒക്ടോബർ വരെ സാവകാശമുണ്ട്. അപ്പോഴും നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ വാഹനാപകടങ്ങൾക്ക് കുടച്ചൂടുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. അമിത വേഗതയിലെത്തുന്ന ബസ്സുകളെ നിയന്ത്രിക്കുന്ന വേഗപ്പൂട്ടിന്റെ പരിശോധന പോലും കാര്യക്ഷമമല്ലെന്നാണ് വ്യക്തമാകുന്നത്. റോഡിൽ പൊലിയുന്നത് ജീവനുകളാണ്. പരിശോധന കാര്യക്ഷമമായ തീരൂ. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.